സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVM-ലേക്ക് സ്വാഗതം. സംസ്കാരവും ധാർമ്മികതയുമാണ് പ്രവർത്തനത്തിന്റെ അടിത്തറ. പ്രവർത്തനം എന്താണ്? സംഘപ്രവർത്തനം എന്നറിയാല്ല. RSSന്റെ പ്രവർത്തനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സംസ്കാരവും ധാർമ്മികതയുമാണ്. അപ്പോൾ RSSന് പ്രത്യേകമായ സംസ്കാരമുണ്ട്, അതിന് പ്രത്യേകമായ ധാർമ്മികതയുണ്ട്. ധാർമ്മികത എന്ന് പറയുന്നത് ആളുകളെ, നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യരെയും കൊല്ലുന്നതാണ് ധാർമ്മികത അവരുടെ. സംസ്കാരം എന്ന് പറയുന്നത് അത് പ്രത്യേകമായ ഒരു സംസ്കാരം, ഭാരതീയ സംസ്കാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിന്. അപ്പോ അവരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയിൽ കച്ചവടത്തിനെന്ന വ്യാജേന വന്ന് അധിനിവേശം നടത്തിയ ഇംഗ്ലീഷുകാർ, അധിനിവേശ ശക്തികളുടെ ഷൂ നക്കിയ പാരമ്പര്യമുള്ള സംസ്കാരമാണ്. അതാണ് അവരുടെ സംസ്കാരം. അപ്പോൾ RSSകാരുടെ സംസ്കാരം എന്ന് പറയുന്നത് അധിനിവേശ ശക്തികളുടെ ഷൂ നക്കലാണ് അവരുടെ ജോലി. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോ RSSകാർ ഇന്ത്യ ഭരിക്കുന്നു, അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ ഇന്ത്യ ഭരിക്കുന്നു. അപ്പോൾ അവരിപ്പോ ചെയ്യുന്നതെന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെയും ഇസ്രയേൽ പ്രധാനമന്ത്രിയായ നെതന്യാഹുവിന്റെയും ഷൂസ് നക്കുന്നു. അതാണ് വ്യത്യാസം. അപ്പോൾ ഇപ്പോ രണ്ടുപേരുടെ ചെരുപ്പ് നോക്കുന്നു. അത് അധിനിവേശ ശക്തികളല്ല. അധിനിവേശ ശക്തികളുടെ ഷൂ നക്കിയവരാണ് പണ്ടത്തെ RSSകാർ. ഇന്ന് അന്യദേശത്ത് പോയി അവരുടെ ഷൂ നക്കുന്നു. അതാണ് അവരുടെ പാരമ്പര്യം. അപ്പൊ അവർക്ക് ധർമ്മവും നീതിയും സംസ്കാരവും എന്താണെന്ന് അവർക്ക് വല്ല ബോധമുണ്ട്? അപ്പോ ഇന്ത്യയിലെ സർസംഘ് ചാലക് മോഹൻ ഭഗവത് പണ്ട് പറഞ്ഞത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്. അപ്പോൾ ഇന്ത്യയെ ആരാണ് സ്വാതന്ത്ര്യം നേടിയെടുക്കാനായിട്ട് ഇവിടെ പടപൊരുതിയത്? എത്രയെങ്കിലും മതേതരവാദികളായ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ആത്മാഹുതി നടത്തി, അതായത് അവരുടെ ജീവൻ ബലിയർപ്പിച്ചു. 16 ലക്ഷത്തോളം ഇന്ത്യക്കാർ അവരുടെ ജീവൻ ബലിയർപ്പിച്ച് നേടിയ ആ സ്വാതന്ത്ര്യത്തിന് ഒറ്റുകൊടുക്കുന്നവരാണ് ഈ RSS സംഘപരിവാർ ശക്തികൾ. അവർക്ക് സ്വാതന്ത്ര്യം എന്താണെന്നോ, ധർമ്മം എന്താണെന്നോ, ധാർമ്മികത എന്താണെന്നോ, ഭാരതത്തിന് സംസ്കാരം എന്താണെന്നോ അവർക്ക് വല്ല ബോധമുണ്ട്? അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ ഒന്നും. ഇപ്പോ അവർക്ക് അധികാരമുണ്ട്, മോഡി ഭരിക്കുന്നു. മോഡിയുടെ യോഗ്യത തന്നെ നമുക്കെടുക്കാം. മോഡിക്കുള്ള യോഗ്യത എന്താണ്? ഇല്ലാത്ത ഗോദ്ര കലാപം ഉണ്ടാക്കി, ട്രെയിൻ അപകടം ഉണ്ടാക്കി, അവിടെ മുസ്ലിങ്ങളാണ് അത് ചെയ്തത്, അവരെ കത്തിച്ചു, അവരെ ബോഗി കത്തിച്ചു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഗുജറാത്തിൽ കലാപം ഉണ്ടാക്കി 3000-ഓളം നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും കൊലവിളിച്ചവരാണവർ. ഗർഭസ്ഥ ശിശുക്കളെ വരെ, ഗർഭിണിയുടെ ഭ്രൂണം, അതായത് വയറ്റിനകത്ത് ത്രിശൂലം കുത്തി ഇറക്കിയെടുത്തവരാണവർ. പാവപ്പെട്ട പടുവൃദ്ധരെ കൊന്നവരാണവർ. ഇവിടെ ഇന്ത്യയിലെ ഇന്നത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഗോമാംസം ലോകത്ത് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന ഒരു രാജ്യമെന്ന് പറയുന്ന ഇന്ത്യയാണ്. ഗോമാംസം ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരു ആടിനെയോ കാളയെയോ പോത്തിനെയോ കണ്ടിച്ച് ഫ്രിഡ്ജിനകത്ത് ഇറച്ചി വെച്ചിരുന്നാൽ അത് പശുമാംസമാണെന്നും പറഞ്ഞ് അവരെ അടിച്ചു കൊല്ലുന്നു. ഇതാണ് ധാർമ്മികത. അപ്പോ ധാർമ്മികത ഇന്ത്യക്കാരെ പഠിപ്പിക്കാനായിട്ട് വളർന്നിട്ടില്ല ഈ RSS സംഘപരിവാർ ശക്തികൾ. അപ്പോൾ വന്നിരുന്ന് വീർവാണം പറയുകയാണ് അവർ എന്തൊക്കെയോ നേടിയിട്ടുണ്ട്, അവരൊന്നും ചെയ്തിട്ടില്ല. രാജ്യത്തിന് വേണ്ടി ഇന്ന് വരെ രാജ്യത്തിന് ഒറ്റുകൊടുക്കുന്ന പരിപാടികളല്ലാതെ അവർ രാജ്യസ്നേഹികളേ അല്ല, അവർ രാജ്യദ്രോഹികളാണ്. ദേശസ്നേഹികളല്ല, ദേശദ്രോഹികളാണ് അവർ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നവരാണ്, വർഗീയ വിദ്വേഷം പടർത്തുന്നവരാണ്, വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നവരാണ്. ജാതീയമായ വേർതിരിവുണ്ടാക്കി ഇന്ത്യക്കാരുടെ പല തട്ടുകളായിട്ട് നിർത്തുകയാണ് അവർ ചെയ്യുന്നത്.
അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാശക്തി, ഒരു മഹാരാജ്യത്തെ, അതായത് ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് സമ്പ്രദായത്തിൽ വിരാജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യത്തെ ഏതെല്ലാം രീതിയിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കണമോ അതെല്ലാം അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ പരിപാടി എന്ന് പറയുന്നത് രാജ്യത്തെ നശിപ്പിക്കലാണ്. രാജ്യത്തെ ഇനിയും കീറി മുറിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതിനുള്ള പുറപ്പാടാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും, ഇവിടെ ദളിതന്മാരും കമ്മ്യൂണിസ്റ്റുകാരും ഇവിടെ ഇല്ലാതാക്കുക, ബ്രാഹ്മണ മേധാവിത്വം കൊണ്ടുവരിക. അതിനുള്ള എല്ലാ ചട്ടക്കൂടുകളും അയാൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ അജണ്ടകൾ അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പഴയ പല പരിപാടികളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സതി വേണമെങ്കിലും അവർ തിരിച്ചു കൊണ്ടുവരും. അതായത് ഭർത്താവ് മരിച്ചു പോയാൽ ഭാര്യ ആ ചിതയിൽ ചാടി മരിക്കണം, അത് നിർബന്ധമാണ്. അതൊക്കെ അവർ തിരിച്ചു കൊണ്ടുവരും. അതാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവരുടെ ഈ അജണ്ടകൾ മുൻകൂട്ടി മനസ്സിലാക്കി ഇവരെപ്പോഴും അധിനിവേശ ശക്തികളിലൂടെയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും വെറുക്കുന്ന ഒരു രാജ്യമാണ് ഈ ഇസ്രയേൽ എന്ന് പറയുന്നതും അമേരിക്ക എന്ന് പറയുന്നത്. അമേരിക്ക എന്ന് പറയുന്നത് വിയറ്റ്നാമിലായിരുന്നാലും കംബോഡിയയിലായിരുന്നാലും അഫ്ഗാനിസ്ഥാനിലായാലും ഇറാഖിലായാലും സിറിയയിലായിരുന്നാലും ലിബിയയിലായിരുന്നാലും എവിടെയെല്ലാം ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെയൊക്കെ നശിപ്പിച്ചില്ലേ? ആ രാജ്യങ്ങളെ നശിപ്പിച്ചില്ലേ സാമ്പത്തികമായിട്ട്? ഇപ്പോഴാ ഇറാനെ നശിപ്പിക്കാൻ എന്തിനാണ് വേണ്ടി പറയുന്നത്? ഇസ്രയേലിന്റെ നിലനിൽപ്പിന് വേണ്ടി. ഇസ്രയേലിന്റെ നിലനിൽപ്പിന് വേണ്ടി ബാക്കിയുള്ള രാജ്യങ്ങളെ നശിപ്പിക്കുക. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം എന്നുണ്ടായി? ഭൂപടത്തിൽ പണ്ട് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു രാജ്യം ഇല്ലായിരുന്നു. ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യമേ ഇല്ലായിരുന്നു ഭൂപടത്തില്. ഇപ്പോഴും 1948 ശേഷമാണ് ഇസ്രയേൽ ഉണ്ടാവുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ചരിത്രം എടുത്ത് പരിശോധിച്ചാലേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയാവുള്ളൂ. എന്തായാലും ശരി, അപ്പോ പലസ്തീൻ ഭൂപ്രദേശത്ത് അവർ വന്നു കയറി ബ്രിട്ടൻ കൊണ്ടുവന്ന് കുടിയിരുത്തി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയും കൂടെ ചേർന്നാണ് പലസ്തീനികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ബാക്കിയുള്ള രാജ്യങ്ങളെ കശാപ്പ് ചെയ്യുകയാണ്. ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞ്, അതായത് കൂട്ടക്കൊലയാണ് നടക്കുന്നത് ഇപ്പോ. അതായത് ലോകത്തില് വളരെയധികം സമാധാനമായി കഴിഞ്ഞ രാജ്യങ്ങളാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞ രാജ്യങ്ങളിൽ നിന്നെല്ലാം വന്ന് ഇവിടെ വന്ന് അന്നം തേടി ഇവിടെ വന്ന് അവരെല്ലാം അധ്വാനിച്ച് പണമുണ്ടാക്കി അവരുടെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും നല്ല ഡ്രസ്സുകൾ ധരിപ്പിക്കുകയും നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും പുറം രാജ്യങ്ങളിൽ വിട്ട് പഠിപ്പിക്കുകയും അവർ നല്ല ഭവനങ്ങൾ ഉണ്ടാക്കി കഴിയുകയും നല്ല ആഹാരം കഴിക്കുകയും ചെയ്യുന്നതുകൊണ്ടുള്ള കുശുമ്പും അതിനുള്ള ഇതുകൊണ്ടാണ് ഇപ്പോ ഈ അത് മാത്രമല്ല, ലോകത്ത് എവിടെ എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും അപകടങ്ങൾ ഉണ്ടായിരുന്നാലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിരുന്നാലും സഹായിക്കുന്ന രാജ്യങ്ങളാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ. അപ്പോൾ ഈ രാജ്യങ്ങളെ ഇനി സമാധാനമായിട്ട് നിങ്ങൾ ജീവിക്കാൻ പാടില്ല. അശാന്തി ഉണ്ടാക്കണം, ഇവിടെ ആപത്തുണ്ടാക്കണം. ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ ജീവിക്കാൻ പറ്റിയ സ്ഥലമല്ല എന്ന് വരുത്തി തീർക്കണം. ഭയലേശമന്യേ രാവും പകലും നമുക്ക് ഇവിടെ ഈ ഗൾഫ് രാജ്യങ്ങളിൽ മനുഷ്യന് യഥേഷ്ടം സഞ്ചരിക്കാമായിരുന്നു. ഏതെല്ലാം തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യാമായിരുന്നു. ഇനി അതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടി, അതായത് ആ രാജ്യങ്ങളുടെ വളർച്ചയിൽ കലിപൂണ്ടാണ് ഈ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇറാൻ അണുവായുധം ഉണ്ടാക്കുന്നു, ഇറാൻ അങ്ങനെ ഉണ്ടാക്കുന്നു, ഇങ്ങനെ ഉണ്ടാക്കുന്നു. അതായത് പണ്ട് സദ്ദാം ഹുസൈനെ പറ്റി പറഞ്ഞതും ഇതുപോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് പടുവിരുദ്ധനായ 86 വയസ്സുള്ള ആ മനുഷ്യനെ, ആ ഷിയ നേതാവിനെ വധിച്ചു, അയാളുടെ കുടുംബത്തെ മൊത്തം നശിപ്പിച്ചു. അപ്പൊ ഇവർക്ക് ആരാണ് ഇതിനുള്ള അധികാരം കൊടുക്കുന്നത്? എന്തുകൊണ്ട് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം കൂടെ കൂടി ചേർന്ന് ഈ നെതന്യാഹുവിനെയും ട്രംപിനെയും വധിക്കാൻ ശ്രമിക്കുന്നില്ല? അങ്ങനെ ചെയ്യണം. യവനൊക്കെ എന്ന് പറഞ്ഞാൽ ലോകത്തെമ്മാടികളാണ് ഈ ട്രംപും നെതന്യാഹു എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാഷ്ട്രങ്ങളാണ് അമേരിക്കയും ഇസ്രയേലും എന്ന് പറയുന്നത്. ഈ രാജ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ബാക്കിയുള്ള ജനാധിപത്യ ശക്തികളും ജനാധിപത്യ രാജ്യങ്ങളും മതേതരത്വ രാജ്യങ്ങളും കൂട്ടായി പരിശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, ഇവരെയൊക്കെ പിന്താങ്ങുന്ന ഈ RSS സംഘപരിവാർ ശക്തികളെയും അതിന് ചൂട്ടുപിടിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയെയും നമ്മുടെ രാജ്യത്ത് നിന്ന് ആട്ടി ഓടിക്കണമെന്നാണ് എനിക്ക് ജനാധിപത്യ വിശ്വാസികളായ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന സോഷ്യലിസം നമ്മുടെ നാട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആ പരിശ്രമം വിജയത്തിലെത്തിക്കുന്നത് വരെ നമ്മൾ കണ്ണില്
പിന്നെ എണ്ണയൊഴിച്ച് കാത്തിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ഭാരത്.